നമസ്കാരം. ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാൽ ശിവദാസ്. ശിവപാർവതി ജ്യോതിഷത്തിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ പറയുന്നത് രാഹുകേതുക്കളുടെ മാറ്റവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ രാഹുകേതുക്കൾ കൊല്ലവർഷം 1200 ആണ്ട് ഇടവ മാസം 4-നും ഇംഗ്ലീഷ് വർഷം 2025 മെയ് മാസം 18-ന് ആണ് രാഹു കേതു മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഇത് രാഹു കുംഭരാശിയിലും കേതു ചിങ്ങരാശിയിലുമാണ് പ്രവേശിക്കുന്നത്. ഇത് ഏകദേശം 1.5 വർഷക്കാലം ഈ രാശികളിൽ ഉണ്ടാകും. അപ്പോൾ ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത് ദോഷങ്ങൾ ചെയ്യുന്നത്, ഗുണങ്ങൾ ചെയ്യുന്നത് എന്നതിനെ പറ്റിയുള്ള വിശകലനമാണ് നടത്തുന്നത്. ആദ്യമായിട്ട് മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം. നിങ്ങൾക്ക് രാഹുവിൻ്റെ സ്ഥിതി അവിഷ്ടസ്ഥാനമായ 11-ലാണ്. അപ്പോൾ അതൊരു അവിഷ്ടസ്ഥാനം, ലാഭസ്ഥാനം, അല്ലെങ്കിൽ നമുക്ക് വരവിൻ്റെ സ്ഥാനം എന്നിവയൊക്കെ അടങ്ങുന്ന സ്ഥാനമാണ് 11. അപ്പോൾ അതിലേക്കുള്ള പ്രവേശനം ഗുണകരമായ, അതായത് അപ്രതീക്ഷിതമായിട്ടുള്ള ലാഭങ്ങൾ, നമ്മൾ പ്രതീക്ഷിക്കാതെ ഉള്ള ധനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ നേരത്തെ അതിൽ പഴക്കമുള്ള കാര്യങ്ങൾ, അതിൽ അങ്ങനെ അതായത് നമ്മൾ തർക്ക വിഷയങ്ങളിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. ഭൂമി തർക്കം, അങ്ങനെ കേസ് കോടതിയായിട്ടൊക്കെ ഇരിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ അനുകൂല വിധി കാര്യങ്ങളൊക്കെ ഉണ്ടാകാം സാധ്യതയാണ് ഈ രാഹു 11-ൽ നിന്നുകൊണ്ട് പറയുന്നത്. അതായത് തർക്ക വിഷയങ്ങൾ പരിഹാരം ഉണ്ടാകും എന്നാണ്. അത് നമുക്ക് ലാഭമായി മാറും എന്നാണ് പറയുന്നത്. എന്നാൽ കേതുവിൻ്റെ സ്ഥിതി, കേതു വന്നിട്ട് നിങ്ങൾക്ക് 5-ലാണ്. 5 പറയുമ്പോൾ അത്രത്തോളം നല്ല ഒരു അവസ്ഥയല്ല. 5 അറിയാമല്ലോ, നമ്മുടെ ആഗ്രഹസ്ഥാനം, സന്താനഭാവം ഒക്കെയാണ്. അപ്പോൾ ചില ആഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ സന്താനങ്ങളുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങൾ, അവരുടെ കാര്യങ്ങൾ നമ്മൾ അവർക്ക് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയോ തൊഴിലിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റ് വിദേശ കാര്യത്തിന് വേണ്ടിയോ ഒക്കെ ശ്രമിക്കുന്നുവെങ്കിൽ അത് കാര്യമായ പരിശ്രമം വേണമെന്നാണ് ഈ കേതുവിൻ്റെ സ്ഥിതി പറയുന്നത്. അത് ഒരു ഘടകം. ഇനി നമ്മുടെ ശരീര അവയവം പറയുമ്പോൾ വയറിൻ്റെ സ്ഥാനത്താണ് കേതു പ്രവേശിക്കുന്നത്. അപ്പം അതും നമ്മൾ മനസ്സിലാക്കുക. വയറുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ, ആസിഡിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഇനി ഗർഭാവസ്ഥയിലുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർ, ഗർഭിണികൾ പ്രത്യേകം പരിഗണന ആദ്യം മുതൽ തന്നെ ഡോക്ടറെ കണ്ടുകൊണ്ടേ ഇരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ദോഷം വരുമെന്നുള്ള ഇതല്ല പറയുന്നത്, എങ്കിലും ഒരു സൂചനയുണ്ട്. അപ്പോൾ മതിയായ ചികിത്സയിലൂടെ നമുക്ക് ദോഷങ്ങൾ ഇല്ലാതാക്കാൻ കഴിയും. അപ്പോൾ അതിന് പരിഹാരങ്ങൾ ചെയ്യേണ്ടത് 11-ൽ നിൽക്കുന്ന രാഹുവിനെ നാഗരാജപ്രീതി, അത് ദോഷമായിട്ടല്ല നല്ലതായിട്ടാണ്, ഭാഗ്യങ്ങളുണ്ടാവും. എന്നാൽ 5-ൽ നിൽക്കുന്ന കേതുവിനെ പ്രീതിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത് നിൽക്കുന്ന ക്ഷേത്രം ശിവൻ്റെയാണ്, അതായത് സൂര്യൻ്റേതാണ്. അപ്പോൾ ഞായറാഴ്ച വഴിപാടുകൾ ചെയ്യാം ശിവൻ്റെ അമ്പലത്തിൽ.
പിന്നെ രണ്ടാമത്തെ കാര്യം മഹാഗണപതി ഹോമം അതുപോലെയുള്ള കാര്യങ്ങളും ചെയ്യാം. പിന്നെ ചാമുണ്ഡി ക്ഷേത്ര ദർശനം അതും നല്ലതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് മേടരാശിക്കാർക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. നമുക്ക് പൂർണ്ണമായി നല്ല അനുഭവങ്ങളായി തന്നെ മാറും. ഇനി പറയുന്നത് ഇടവമാണ്. ഇടവരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി മകയിരത്തിൻ്റെ ആദ്യ പകുതി. നിങ്ങൾക്ക് രാഹു കർമ്മസ്ഥാനത്ത് പ്രവേശിക്കുന്നു. തൊഴിൽപരമായ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണമെന്നാണ്. നമ്മൾ കൃത്യനിഷ്ഠയോടുകൂടി തൊഴിൽ ചെയ്യണം. അല്ലെങ്കിൽ തൊഴിൽ മാറ്റം ഒക്കെ സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ തൊഴിൽ ചെയ്യുന്ന ആ സ്ഥാപനം അല്ലെങ്കിൽ ഓഫീസ് ഒക്കെ അതുമായി ബന്ധപ്പെട്ട് ഒരു മാറ്റങ്ങളുമൊക്കെ സൂചിപ്പിക്കുന്നു. രാഹുവിനെ കൊണ്ട് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ കടുത്ത ദോഷമായിട്ടല്ല, എന്നാലും ഒരു കരുതൽ വേണമെന്നാണ് ആ തൊഴിലുമായി ബന്ധപ്പെട്ട്. ഏത് മേഖലയിലുള്ളവരായാലും അപ്പോൾ തൊഴിൽ ജാഗ്രതയോടുകൂടി ചെയ്യുക, കൃത്യനിഷ്ഠ വേണം എന്നാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കേതുവിൻ്റെ സ്ഥിതി, കേതു വന്നിട്ട് 4-ാം ഭാവം. 4 പറയുമ്പോൾ നമ്മുടെ വാഹനസ്ഥാനം, മാതൃസ്ഥാനം, നമ്മുടെ ഹാർട്ടിൻ്റെ സ്ഥാനം ഒക്കെയാണ്. ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ട്രീറ്റ്മെൻറ്റ് തേടുക. പിന്നെ വാഹനസ്ഥാനം, കൂട്ടുകാരുടെ സ്ഥാനമൊക്കെയാണ്. അവർക്കുമൊക്കെ ചില ക്ഷീണാവസ്ഥകൾ, വാഹനത്തിനും ചില കേടുപാടുകളൊക്കെ വരാം എന്നാണ്. അപ്പോൾ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും കിട്ടുന്നതിനായിക്കൊണ്ടും തൊഴിൽ നിലനിർത്തി പോകുന്നതിനായിക്കൊണ്ടും നാഗരാജ പ്രീതി ചെയ്യേണ്ടതാണ്. പിന്നെ വന്നിട്ട് ശിവപ്രീതി, ഇത് രണ്ടും ചെയ്യേണ്ടതാണ് ഇടവരാശിക്കാർ. ഇനി പറയുന്ന മിഥുനമാണ്. മിഥുനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പിന്നെ മകയിരം, മകയിരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര, ഉണർത്താം. നിങ്ങൾക്ക് രാഹു 9-ാം ഭാവത്തിലാണ് എന്ന് വെച്ചാൽ ഭാഗ്യസ്ഥാനം. അപ്പോൾ ഒരു പാപഗ്രഹം ഭാഗ്യസ്ഥാനത്ത് നിന്നാൽ ഭാഗ്യത്തിന് ചെറിയ തടസ്സങ്ങൾ, മങ്ങൽ ഉണ്ടാകുമെന്നാണ്. അപ്പോൾ അത് മാറ്റിയെടുക്കുന്നതിനായിട്ട്, അല്ലെങ്കിൽ അതിന് ഭാഗ്യമായി തന്നെ മാറുന്നതിനായിക്കൊണ്ട് നാഗരാജപ്രീതി ആയില്യത്തിന് നടത്തുന്നത് ഉത്തമം. എന്നാൽ കേതുവിൻ്റെ നിൽപ്പ് അത് നിങ്ങൾക്ക് ഗുണകരമാണ്. 3-ലാണ്. അപ്പോൾ 3-ൽ കേതു വരുമ്പോൾ ഒരു സൂചനയുണ്ട്. ഈ സഹോദരങ്ങളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതെ നോക്കണം കേട്ടോ. അതുകൂടി മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഗണപതി ഹോമമാണ് പരിഹാരമായിട്ടൊക്കെ ചെയ്യേണ്ടത്. ഇനി അടുത്ത് പറയുന്നത് കർക്കിടകമാണ്. കർക്കിടക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മിഥുന രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഞാൻ പറയാൻ വിട്ടുപോയെന്നാണ് തോന്നുന്നത്. അതായത് മകയിരത്തിൻ്റെ അര, തിരുവാതിര, പുണർന്നം, മുക്കാൽ. ഇനി അടുത്ത് കർക്കിടകമാണ്. കർക്കിടക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർന്നത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം. നിങ്ങൾക്ക് രാഹുവിൻ്റെ സ്ഥിതി അത്ര നല്ലതല്ല. ആയുസ്സിൻ്റെ സ്ഥാനത്താണ് വരുന്നത്, അഷ്ടമത്തിൽ. ഭയപ്പെടേണ്ട. അപ്പോൾ നാഗരാജ പ്രീതിയൊക്കെ ഒരു ഏകദേശം 1.5 വർഷക്കാലം ചെയ്യുന്നത് ഉത്തമമായിരിക്കും. കാരണം നിങ്ങളുടെ ആയുസ്സിൻ്റെ സ്ഥാനത്താണ് ആനന്ദൻ അല്ലെങ്കിൽ നാഗരാജാവ് വരുന്നത്. അപ്പോൾ പ്രാർത്ഥനാപൂർവം മുമ്പോട്ട് പോകണം.
ജീവിതത്തിൽ കൃത്യനിഷ്ഠ പാലിക്കുക, ചില ആരോഗ്യ പ്രശ്നങ്ങൾ സൂചിപ്പിക്കുന്നു. പിന്നെ തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള വരുമാനങ്ങൾ അതൊക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ കൂടുതൽ പരിശ്രമിക്കണമെന്നാണ് ഈ പറയുന്നത്. നമ്മളിപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പോരാ. പിന്നെ ഈ മടി അലസതയൊക്കെ ഉള്ളവർ അതൊക്കെ മാറ്റി വെച്ചിട്ട് പ്രവർത്തിക്കണമെന്നാണ്. ഈ അഷ്ടമത്തിൽ രാഹു നിന്നിട്ട് നമ്മുടെ ധനസ്ഥാനത്തോട്ട് ദൃഷ്ടിയുണ്ട്. അപ്പോൾ ധനസ്ഥാനത്താണെങ്കിലോ കേതുവാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഈ കർക്കിടക രാശിക്കാർക്ക് രാഹുകേതുക്കൾ അത്ര ശുഭകരമല്ല. അപ്പോൾ പരിഹാരങ്ങൾ ചെയ്തു പോവുക. നാഗരാജപ്രീതി മുടങ്ങാതെ ആയില്യം തോറും നടത്തുക. ഇനി മറ്റു മതത്തിലുള്ളവരാണെങ്കിൽ അവരുടെ ആചാരപ്രകാരം പ്രാർത്ഥനകൾ നടത്തുക. അത് പ്രാർത്ഥന മറ്റു മതത്തിലുള്ളവരാണെങ്കിൽ ആചാരം പ്രകാരമൊന്നും ഞാൻ പറഞ്ഞുവെങ്കിലും ഈ രാഹു നിൽക്കുന്ന ഒരു രീതിയുണ്ട്. അത് ശനിയുടെ ക്ഷേത്രത്തിലായതുകൊണ്ട് ശനിയാഴ്ചയും ഞായറാഴ്ചയും ഒക്കെ വിശേഷ പ്രാർത്ഥന നടത്തുക. ഇത് മറ്റ് മതത്തിലുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ കർക്കിടകക്കൂറുകാർക്ക് പൊതുവേ ഈ രാഹു കേതുക്കൾ മാറ്റം നല്ലതല്ല. പരിഹാരങ്ങൾ ചെയ്ത് പോകണമെന്നാണ് കാണുന്നത്. പിന്നെ 2-ൽ നിൽക്കുന്ന കേതു പറയുന്നു, പിന്നെ ശിവൻ്റെ, അതായത് സൂര്യൻ്റെ ക്ഷേത്രമായ ചിങ്ങത്തിൽ നിൽക്കുന്നത് അതിൻ്റെ ഒരു രാശിയുടെ സ്വഭാവം കൂടി വച്ചിട്ട് ശിവപ്രീതി നടത്തുന്നതും ഉത്തമമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ധനപരമായ കാര്യങ്ങൾ അതിജീവിച്ച് പോകാൻ സാധിക്കും. അപ്പോൾ ഇനി ചിങ്ങരാശിയാണ്. ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം, ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് ഈ രാഹു 7-ലാണ് നിൽക്കുന്നത്. 7 എന്ന് പറയുമ്പോൾ യാത്രാസ്ഥാനം, ഭാര്യാസ്ഥാനം, ഇണയുടെ സ്ഥാനം, കാമുകി സ്ഥാനം, കാമുകൻ്റെ സ്ഥാനം എന്നൊക്കെ പറയും, നിവൃത്തി സ്ഥാനം. അപ്പോൾ അങ്ങനെ രാഹു അവിടെ നിൽക്കുന്നു. അത് അത്രത്തോളം ശുഭകരമല്ല. നമ്മുടെ വാക്ക് ഒക്കെ നിയന്ത്രിക്കുക. ദേഷ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാക്ക് നിയന്ത്രിക്കുക. നല്ല വാക്കുകൾ പറയാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ ശത്രുക്കളെ ഉണ്ടാക്കാനേ അത് നമ്മുടെ വാക്കുകൾ കേൾക്കുന്നവർക്ക് നീരസമായി തോന്നുകയും അത് ശത്രുതയിലേക്ക് പോവുകയും ചെയ്യാനുള്ള സാധ്യത. അപ്പോൾ പരമാവധി നല്ല വാക്കുകൾ പറയുക, നല്ല ചിന്താഗതികൾ വരിക, അതൊക്കെയാണ്. ദേഷ്യഭാവം ഉണ്ടെങ്കിൽ അത് പ്രാർത്ഥനയിലൂടെ ശമനമുണ്ടാക്കുക. നാഗരാജ പ്രീതി, ശിവപ്രീതി, പിന്നെ വന്നിട്ട് ദേവീ ക്ഷേത്ര ദർശനം. ഇതൊക്കെയാണ് ചിങ്ങരാശിക്കാർക്ക് ഉള്ള പ്രതിവിധികൾ. ഇനി പറയുന്നത് കന്നിരാശിയാണ്. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്തരത്തിൻ്റെ അവസാന 3/4 ഭാഗം, അത്തം, ചിത്തിര. നിങ്ങൾക്ക് രാഹുവിൻ്റെ സ്ഥിതി 6-ലാണ്. 6-ലെ രാഹു നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ്. എന്തെങ്കിലും നേരത്തെ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം നമ്മളുടെ പരിശ്രമം കൊണ്ട് ആ തടസ്സങ്ങൾ പൂർണ്ണമായി മാറ്റും എന്നാണ്. വെറുതെ മാറുന്നതല്ല, നമ്മൾ നിരന്തരം പരിശ്രമിച്ചുകൊണ്ട് ആ തടസ്സം മാറുന്നതാണ്. രാഹുവിൻ്റെ സ്ഥിതി അങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ തടസ്സങ്ങളൊക്കെ വരുന്നുവെങ്കിൽ അത് പൂർണ്ണമായി മാറുന്നതിനും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നല്ല അനുഭവം നമുക്ക് കിട്ടുന്നതിനും ആയിക്കൊണ്ട് നാഗരാജ പ്രീതി ചെയ്യുന്നത് നല്ലതാണ് ആയില്യത്തിന്. പിന്നെ ഈ കേതുവിൻ്റെ സ്ഥിതി, കേതു ആ രാശിയിൽ കേതു നിങ്ങൾക്ക് 12-ലാണ്. 12 എന്ന് പറയുമ്പോൾ ശരീര അവയവം പറയുമ്പോൾ കാൽപാദം, വിരലുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ കാൽ, കുഴ, അങ്ങനെയുള്ള അവയവങ്ങൾക്ക്
ചില ക്ഷീണാവസ്ഥകൾ, ചില മുറിവ് സംഭവിക്കുകയോ കാര്യമായിട്ടല്ലെങ്കിലും ചെറുതായിട്ടെങ്കിലും അതുണ്ടാകും എന്ന് കേതു സൂചിപ്പിക്കുന്നു. അപ്പോൾ അതിനായിക്കൊണ്ട് ചെയ്യേണ്ടത് മഹാഗണപതി ഹോമം, പിന്നെ ശിവപ്രീതി ഒക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കന്നിരാശിക്കാരുടെ കേതുവിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് മാറുന്നു. ഇനി അടുത്ത് പറയുന്നത് തുലാമാണ്. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ അവസാന പകുതി, ചോതി, വിശാഖം, മുക്കാൽ. നിങ്ങൾക്ക് രാഹു 5-ലാണ് വരുന്നത്. 5 എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ സ്ഥാനം, സന്താനഭാവം എന്ന് പറയും പ്രധാനമായിട്ട്. അപ്പോൾ 5-ലെ രാഹു പറയുന്നു, നിങ്ങൾ മനസ്സിനെ ആണ് സ്വാധീനിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, എന്നാലും മോശപ്പെട്ട കാര്യങ്ങളും മനസ്സിലോട്ട് വരും. അത് നിയന്ത്രിച്ച് ദൈവാനുഗ്രഹത്താൽ പ്രാർത്ഥനയിലൂടെ നല്ല ചിന്തകൾ ഉണ്ടാകുന്നതിനും, അതുമാത്രമല്ല നിങ്ങൾക്ക് സന്താനങ്ങൾ, നിങ്ങളുടെ കാര്യങ്ങൾ, അതായത് സന്താനങ്ങൾക്ക് നല്ല അഭിവൃദ്ധി വരുന്നതിനായിക്കൊണ്ടും ഒക്കെ. ഇനി സന്താനങ്ങൾ ഇല്ലാതിരിക്കുന്ന ആൾക്കാർ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് എന്ന് രാഹു സൂചിപ്പിക്കുന്നു. ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, സമീപഭാവിയിൽ നമുക്ക് അനുകൂലമായ ഫലം ഉണ്ടാകും. അത് രാഹുവിൻ്റെ സ്ഥിതിയാണ്. എന്നാൽ കേതു നിങ്ങൾക്ക് അവിഷ്ടസ്ഥാനമായ 11-ലാണ്. അവിഷ്ടസ്ഥാനം എന്ന് പറഞ്ഞാൽ ലാഭസ്ഥാനം. അപ്പം ലാഭങ്ങളൊക്കെ നമ്മുടെ കഴിവ് കൊണ്ട്, നമ്മളെ അധ്വാനം കൊണ്ട് തന്നെ ആ ലാഭങ്ങൾ നമ്മളെ കയ്യിൽ വരും എന്ന് തന്നെയാണ് കേതു സൂചിപ്പിക്കുന്നത്. കേതുവിൻ്റെ ആ ഭാഗ്യം നമുക്ക് കിട്ടുന്നതിനായിട്ട് ചെയ്യേണ്ടത് ശിവപ്രീതി, മഹാഗണപതി പ്രീതി, ഇത് 2ഉം ചെയ്യണം. പിന്നെ നാഗരാജ പ്രീതി. അത് 3ഉം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ദോഷങ്ങൾ ഇല്ലാതിരിക്കും. ദോഷങ്ങൾ പൊതുവെ കുറവാണ്. എന്നിരുന്നാലും ആ മനസ്സിൻ്റെ ഒരു ചാഞ്ചല്യവും ഒക്കെ ഉണ്ടാകുന്നതായി കാണുന്നു. 5-ൽ നിൽക്കുന്ന രാഹു കാട് കയറി ചിന്തിക്കുകയും നല്ലതല്ലാത്ത കാര്യങ്ങളും മനസ്സിൽ വരികയും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ പുറകെ ഒന്നും പോകാതെ ദൈവാനുഗ്രഹത്താൽ നല്ല ചിന്തകളിലൂടെ മുമ്പോട്ട് പോവുക. പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധാപൂർവം പോകണമെന്നാണ്. അപ്പോൾ ഇനി പറയുന്നത് വൃശ്ചികമാണ്. വൃശ്ചിക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാന 15 നാഴിക, അനിഴം, കേട്ട. നിങ്ങൾക്ക് രാഹുവിൻ്റെ നിൽപ്പ് 4-ാമിടത്താണ്. 4-ാമിടം എന്ന് പറയുമ്പോൾ മാതൃസ്ഥാനം, ഗ്രഹസ്ഥാനം, വാഹനസ്ഥാനം, കൂട്ടുകാരുടെ സ്ഥാനം, ബന്ധുജനങ്ങളുടെ സ്ഥാനം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 4-ലെ രാഹു അത്രത്തോളം ശുഭകരമല്ല. ഇപ്പോൾ വാഹനമൊക്കെ കേടുപാടുകൾ വരാം എന്നാണ് കാണുന്നത്. പിന്നെ കുടുംബത്തിൽ മനസ്സമാധാനക്കേട് അതും ഉണ്ടാകുന്നതായി കാണുന്നു. ഇതൊന്നും കേട്ട് ഭയപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല. ഗ്രഹസ്ഥിതി വച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഇനി മാതാവിനോ മാതൃതുല്യവരായവർക്കോ ബന്ധുജനങ്ങൾക്കോ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. പിന്നെ കൂട്ടുകാർക്ക് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കുന്നതിനും ദോഷങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ആയില്യത്തിന് പങ്കുകൊള്ളുകയും പ്രാർത്ഥിക്കുകയും ദ്രവ്യങ്ങൾ, പാല്, മഞ്ഞൾപ്പൊടി ഇതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥനയും നടത്തുകയാണെങ്കിൽ, സ്ഥിരമായിട്ട് നടത്തുകയാണെങ്കിൽ നമുക്ക് ദോഷം കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ഇതിൻ്റെ കർമ്മം, അതായത് രാഹു 4-ൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായി തന്നെ കർമ്മസ്ഥാനത്ത് കേതുവുണ്ട്. അപ്പോൾ കേതു തൊഴിലുമായി ബന്ധപ്പെട്ട് വളരെയേറെ ശ്രദ്ധിക്കണം എന്നാണ് കാണുന്നത്. തൊഴിൽ 10-ാം ഭാവത്തിലാണ് കേതു നിൽക്കുന്നത്. അപ്പോൾ അതൊരു
പ്രത്യേകിച്ച് ഗവൺമെൻറ് തല ജീവനക്കാർ ഒരു തൊഴിൽ, അതായത് സ്ഥലം മാറ്റം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പിന്നെ തൊഴിലിൽ നമുക്ക് ഈ റിമാർക്ക് ഉണ്ടാവാം. മേലുദ്യോഗസ്ഥൻ്റെ ശകാരത്തിന് പാത്രമാവാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കേതു സൂചിപ്പിക്കുന്നു. അപ്പോൾ അതിനെ അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ട് ചെയ്യേണ്ടത് പത്താം ഭാവത്തിൻ്റെ ചുമതല വഹിക്കുന്നതായ സൂര്യൻ അല്ലെങ്കിൽ ശിവനെ ഉപാസിച്ച് ഇഷ്ടവഴിപാടുകൾ ഞായറാഴ്ച ചെയ്യുക. പിന്നെയുള്ളത് നാഗരാജപ്രീതി, പിന്നെ മഹാഗണപതി ഹോമം, അതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇനി പറയുന്നത് ധനുവാണ്. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് രാഹുവിൻ്റെ സ്ഥിതി അനുകൂലമാണ്, 3-ലാണ്. 3-ലെ രാഹു സൂചിപ്പിക്കുന്നത് കാര്യങ്ങൾ നമ്മുടെ പ്രവർത്തനം കൊണ്ട് എല്ലാ കാര്യങ്ങളും മുന്നേറ്റം ഉണ്ടാകുമെന്നാണ്. എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ തന്നെ നമ്മളത് ബുദ്ധിപരമായി കൈകാര്യം ചെയ്ത് ആ തടസ്സങ്ങൾ നീക്കും. തന്ത്രപൂർവം ആ തടസ്സങ്ങൾ മാറ്റാൻ കഴിയും എന്നാണ് രാഹു പറയുന്നത്. പിന്നെ ചെറിയ തോതിലെങ്കിലും ഈ ഇളയ സഹോദരങ്ങളുള്ളവർ അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഒരു ദോഷമായി കരുതണ്ട. നാഗരാജപ്രീതിയൊക്കെ ചെയ്തു പോവുക. അപ്പോൾ രാഹുവിനെ കൊണ്ട് വലിയ ദോഷം ധനുരാശിക്കാർക്കില്ല. എന്നാൽ കേതു ഭാഗ്യസ്ഥാനത്താണ്, 9-ലാണ്. അപ്പോൾ 9-ൽ ഒരു പാപഗ്രഹം നിന്ന് കഴിഞ്ഞാൽ ആ ഭാഗ്യത്തിന് ഒരു മങ്ങൽ വരുമെന്നാണ്. അപ്പോൾ ആ മങ്ങൽ ഇല്ലാതാക്കാനും ആയിക്കൊണ്ട് നാഗരാജപ്രീതി, പിന്നെ വന്നിട്ട് ചാമുണ്ഡി ക്ഷേത്ര ദർശനം, ശിവഭജനം, ഇതൊക്കെ ആകാം. അങ്ങനെയാണെങ്കിൽ ആ ഭാഗ്യത്തിന് മങ്ങൽ ഒന്ന് മാറിക്കിട്ടും. ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ ശുഭമായി വരികയും ചെയ്യും. ഇനി പറയുന്നത് മകരമാണ്. മകരരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 3/4 ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതി. നിങ്ങൾക്ക് രാഹുവിൻ്റെ സ്ഥിതി 2-ലാണ്. 2 പറയുമ്പോൾ ധനം, വാക്ക്, വിദ്യ, പ്രവൃത്തി, നമ്മളുടെ സ്വന്തം വീട്, ജനിച്ച വീട്. അപ്പോൾ ഇതിനൊക്കെ ഒരു ശ്രദ്ധ വേണമെന്നാണ്. അതുമാത്രമല്ല, 2-ൽ നിൽക്കുന്ന രാഹു പറയുന്നു അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുക. അത് ശനിയുടെ വീട്ടിൽ നിൽക്കുന്ന രാഹുവാണ്. അപ്പോൾ ശനിയുടെ സ്വഭാവം കൂടി കാണിക്കും. എന്താണെന്ന് വെച്ചാൽ ഈ രാത്രികാല സഞ്ചാരങ്ങളൊക്കെ ഒഴിവാക്കണം. അതല്ലെങ്കിൽ ചില നഷ്ടങ്ങളും ചില അബദ്ധത്തിലുമൊക്കെ ചെന്ന് ചാടും. അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പിന്നെ സ്ത്രീകൾ മുഖേനയുള്ള കൊടുക്കൽ വാങ്ങലുകൾ, അതുമൊക്കെ അത്ര ശുഭമായി തോന്നുന്നില്ല. കൊടുത്താൽ തിരിച്ചു കിട്ടൂല, അങ്ങനെയുള്ള അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ കൊടുക്കൽ വാങ്ങലുകൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പിന്നെ വിശ്വാസവഞ്ചന പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കുക. ധനസ്ഥാനത്തിൽ നിൽക്കുന്നത്, അപ്പോൾ ധനം വാങ്ങിച്ചിട്ട് തിരിച്ചു തരാതിരിക്കുക, അതൊരു വിശ്വാസവഞ്ചനയാണല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് നാഗരാജപ്രീതി ചെയ്ത് മുമ്പോട്ട് പോവുക. പിന്നെ നമ്മളെ നല്ല വാക്കുകളൊക്കെ പറയാനായിട്ടും ഒക്കെ ശ്രമിക്കുക. വാക്കിൻ്റെ സ്ഥാനത്ത് രാഹു നിൽക്കുന്ന അതാണ്. അപ്പോൾ നല്ല വാക്കുകൾ പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്.
അത് ദൈവാനുഗ്രഹത്തിലൂടെ മാത്രമേ സാധ്യമാകൂ. അപ്പോൾ നാഗരാജ പ്രീതി ഉറപ്പായിട്ട് ചെയ്യുക. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഈ രാഹു മകരരാശിക്കാർക്ക് 2-ൽ നിൽക്കുമ്പോൾ കേതു സ്വാഭാവികമായിട്ട് അഷ്ടമത്തിലാണ്. അഷ്ടമം എന്ന് പറയുമ്പോൾ ആയുസ്സിൻ്റെ സ്ഥാനം, ആരോഗ്യസ്ഥാനം ഒക്കെയാണ്. അപ്പോൾ ആരോഗ്യ സംബന്ധിയായിട്ടുള്ള വിഷയങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ്. ഇത് ഈ രാഹു 2-ൽ നിൽക്കുന്നു, നമ്മൾ അന്നത്തിൻ്റെ സ്ഥാനത്തൂടെയാണ്. അതായത് ധനം, വിദ്യ, വാക്ക്, പ്രവൃത്തി, നമ്മുടെ അന്നം ഒക്കെയാണ്. അപ്പോൾ ആ സ്ഥാനത്ത് രാഹു നിന്നിട്ട് പറയുന്നു ലഹരി ഉപയോഗം ഉണ്ടാകാൻ സാധ്യത. അങ്ങനെയുള്ളവർ, നേരത്തെ ആ ശീലമാക്കിയിട്ടുള്ളവർ ഇപ്പോൾ ഒരു കരുതലോടെ പോകണം എന്നാണ്. അതല്ലെങ്കിൽ ആപത്ത് വരാനോ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി ആശുപത്രിയിൽ ആകാനോ ഒക്കെയുള്ള സാധ്യത മകരരാശിക്കാരെ സംബന്ധിച്ച് സൂചനയിലുണ്ട്. ഈ അഷ്ടമത്തിൽ രാഹു കേതുവാണ്. അഷ്ടമത്തിൽ കേതു വന്നിട്ട് പറയുന്നു ഇടുപ്പിൻ്റെ സ്ഥാനം, ഞരമ്പ് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ഈ 2-ൽ രാഹു നിന്നിട്ട് പറയുന്നു ആഹാര കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ്. താല്പര്യം കൂടും നോൺ വെജിറ്റേറിയനോട്, പക്ഷെ അത് ദോഷത്തിലോട്ട് പോകും. അത് പോയിട്ട് മദ്യപാനം പോലെയുള്ള കാര്യങ്ങൾ, ലഹരി വസ്തുക്കൾ, അതിൻ്റെയൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ അതിജീവിക്കാനായിട്ട് ദൈവാനുഗ്രഹം എന്ന് പറയുമ്പോൾ നാഗരാജപ്രീതി, ശിവപ്രീതി, പിന്നെ വന്നിട്ട് മഹാഗണപതി പ്രീതി, ഇതൊക്കെ ചെയ്തു വരികയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തി മൂലം വരുത്തി വയ്ക്കുന്നതായ ദോഷമാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് പറയാനുള്ളത്. ഒന്ന് ശ്രദ്ധിച്ചു പോയാൽ നന്നായിരിക്കും. അപ്പോൾ ഇനി പറയുന്നത് കുംഭമാണ്. കുംഭരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. നിങ്ങൾക്ക് രാഹു രാശിയിൽ നിലകൊള്ളുന്നു, എന്നിട്ട് 7-ാം ഭാവത്തിലോട്ട് ദൃഷ്ടി. 7 എന്ന് പറയുമ്പോൾ ഭാര്യസ്ഥാനം, കാമുകി സ്ഥാനം, പിന്നെ ഇണയുടെ സ്ഥാനം, യാത്രാസ്ഥാനം ഒക്കെയാണ് മെയിൻ. പിന്നെ നമ്മളൊരു കാര്യത്തിനിറങ്ങിയ നടക്കുമോ ഇല്ലയോ എന്ന് പറയുന്ന സ്ഥാനവും കൂടിയാണത്. ആ 7-ലോട്ട് ദൃഷ്ടിയുണ്ട്. 7-ൽ കേതു നിലയുറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് പോയാൽ അത് ആദ്യം പൂർണ്ണമായിട്ടും തടസ്സങ്ങൾ വരും. അതിങ്ങനെ ആവർത്തിച്ച് പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. നിരാശപ്പെട്ട് അത് ശ്രമിക്കാതിരിക്കരുത്. അത് ശ്രമിച്ചുകൊണ്ടിരിക്കുക, ആവർത്തിച്ച് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗുണഫലം സിദ്ധിക്കും. ദൈവാനുഗ്രഹം ഉണ്ടാക്കുക. നാഗരാജപ്രീതി, ശിവപ്രീതി, പിന്നെ മഹാഗണപതി ഹോമം, ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്, പരിഹാരങ്ങളായിട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ദോഷകാഠിന്യമൊക്കെ കുറയും. പിന്നെ ഒന്ന് പറയാൻ വിട്ടുപോയി. ജീവിത പങ്കാളിക്കോ നമുക്കോ ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവാൻ സാധ്യത. അങ്ങനെയാണെങ്കിൽ കാലതാമസം കൂടാതെ തന്നെ ട്രീറ്റ്മെൻറ്റ് തേടേണ്ടതാണ്. അപ്പോൾ ഇനി പറയുന്നത് മീനമാണ്. മീനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി അവസാന 15 നാഴിക, ഉത്രട്ടാതി, രേവതി. നിങ്ങൾക്ക് രാഹു 12-ലാണ്. 12 എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ കാലം 1.5 വർഷക്കാലം കൊണ്ട് അനുഭവിച്ചിരുന്ന ആ രാശിയിൽ നിന്നുകൊണ്ട് ചില മോശം വശങ്ങളുണ്ടായിരുന്നു. അതൊക്കെ മാറി ഈ 12-ലോട്ട് പോകുന്നുണ്ട്. 12 എന്ന് പറയുമ്പോൾ ശരീരാവയം പറയുമ്പോൾ കാൽപാദമാണ്.
കാല് സംബന്ധിച്ചോ ഞരമ്പ് സംബന്ധിച്ചോ ഒക്കെ വിഷയങ്ങൾ ഉണ്ടാവാം. ഒരു പക്ഷേ നമുക്ക് നേരത്തെ ഉണ്ടായിട്ടുള്ളതായിരിക്കാം. എന്നാൽ തന്നെയും 12ൻ്റെ അകത്ത് അതാണ്. അപ്പോൾ നാഗരാജപ്രീതി ചെയ്യുന്നത് ഉത്തമം. പിന്നെ 6ലുള്ള കേതു പറയുന്നു, ഇറങ്ങുന്ന കാര്യങ്ങൾ എല്ലാം സഫലമാകും. അത് നമ്മുടെ സ്വയം പ്രയത്നത്താൽ എന്ന് വെച്ചാൽ നമ്മളെ കാര്യമായ പരിശ്രമത്തിലൂടെ ആണ്. കേതു അങ്ങനെയാണ് പറയുന്നത്. നന്നായിട്ടുള്ള പരിശ്രമം കൊണ്ട് നമ്മളത് നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കേതുവിൻ്റെ ഫലം നമുക്ക് പൂർണ്ണമായി അനുഭവിക്കാനും ഒക്കെ ഉള്ളത് പരിഹാരമായിട്ട് ചെയ്യേണ്ടത് ശിവൻ്റെ അമ്പലത്തിൽ ഇഷ്ടവഴിപാടുകൾ ചെയ്യുക. പിന്നെ മഹാഗണപതി ക്ഷേത്രത്തിൽ ഇഷ്ടവഴിപാടുകൾ ചെയ്യുക. പിന്നെ ഇത് രണ്ടും അനിവാര്യം. അപ്പോൾ ആ 2 കാര്യങ്ങളും ചെയ്തു വന്നാൽ മീനരാശിയെ സംബന്ധിച്ച് വലിയ ദോഷങ്ങൾ ഇല്ല. ഈ രാഹുകേതുക്കളുടെ മാറ്റം കൊണ്ട് പ്രതിവിധികൾ ചെയ്ത് പോയാൽ മാത്രം മതി. അപ്പോൾ ഞാൻ ഈ 12 രാശികളിൽപ്പെട്ട എല്ലാ നക്ഷത്രക്കാരുടെയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. രാഹുകേതുക്കളുടെ മാറ്റം അതിനടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായ അനുഭവങ്ങൾ നമുക്ക് ചിലർക്കെങ്കിലും ഉണ്ടായേക്കാം പറഞ്ഞതിൽ നിന്നും. അത് എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോ പ്രായക്കാർക്കും അതനുസരിച്ചുള്ള നല്ല ദിശകൾ, നല്ല വ്യവഹാരങ്ങൾ ഒക്കെ നടക്കുന്നുവെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ജാതകത്തിൽ ഈ രാഹു നല്ല സ്ഥാനത്താണ് നിൽക്കുന്നുവെങ്കിൽ, നല്ല രാഹുവിൻ്റെ നല്ല സ്ഥാനം എന്ന് പറയും 3, 6, 11. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ദോഷം പറഞ്ഞ ആൾക്കാർക്ക് ദോഷം സംഭവിക്കാനിടയില്ല. രാഹുവിൻ്റെ ദോഷം കൂടുതൽ അനുഭവിക്കേണ്ടി വരില്ല. പിന്നെ എങ്കിലും പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. നമുക്ക് ഭാഗ്യാനുഭവങ്ങളൊക്കെ കിട്ടും. പിന്നെ നല്ല ഫലം പറഞ്ഞ രാശിക്കാർ, അവർക്കിപ്പോൾ വന്നിട്ട് മോശ ദശയൊക്കെയാണ് നടക്കുന്നുവെങ്കിൽ അത്രത്തോളം ശുഭകരമല്ല. അപ്പോൾ അതിനെ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് മുഖ്യമായിട്ട് നമ്മുടെ മുമ്പിൽ ഉള്ളത്. പിന്നെ കർമ്മമേഖല നമ്മൾ ഏവർക്കും, അതായത് എല്ലാ ആൾക്കാർക്കും നമ്മുടെ പ്രധാനമായിട്ടുള്ളത് കർമ്മമേഖലയാണ്. അപ്പോൾ അതിൽ ജോലി സംബന്ധിച്ച് ഏത് മേഖലയായിരുന്നാലും ജോലിയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക, കൃത്യനിഷ്ഠ പാലിക്കുക, ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക. പിന്നെ ഈ പറഞ്ഞതിനും പുറമെ നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടദേവത, കുടുംബദേവത ഇതൊക്കെയുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അനുഗ്രഹത്താൽ നമുക്ക് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾക്ക് എല്ലാവിധമായ ഐശ്വര്യവും ഞാൻ നേരുന്നു. എൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും എൻ്റെ ഗുരുകടാക്ഷത്താൽ ഞാൻ നിങ്ങൾക്ക് നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.